ട്രിഗ്നോമെട്രി 5 മിനിറ്റിൽ പഠിപ്പിച്ചു തരണോ? നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, മൊത്തം പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഓണം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാ ഫുൾ നോട്ട്സ്, നിങ്ങളുടെ ചാപ്റ്റർ ഫുൾ നോട്ട്സ് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഓണം എക്സാമിന് വരാൻ പോകുന്ന രണ്ട് ടോപ്പിക് ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് റേഷ്യോ ആൻഡ് എന്താണ് സൈഡ്സ് ഓഫ് ആംഗിൾ. ഓക്കെ, എത്ര ഉള്ളൂ സംഭവം? 2 ടൈപ്പ് റൈറ്റ് ട്രയാങ്കിൾ ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഒരെണ്ണം എന്താണ്? ഐസോസെൽസ്. 45 ഇവിടെ പോയി, 45 ഇവിടെ പോയി, 90 ഇവിടെ പോയി. അത്രേ ഉള്ളൂ 180. 45ന്റെ ഓപ്പോസിറ്റ് 1ഉം 45ന്റെ ഓപ്പോസിറ്റ് 1ഉം 90ന്റെ ഓപ്പോസിറ്റ് √2. അതിന്റെ വലിപ്പമാണ് കേട്ടോ, റേഷ്യോ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് 45 ഡിഗ്രി കോമ 90 ഡിഗ്രി. താഴെ അതിൻ്റെ റേഷ്യോ 45ന്റെ ഓപ്പോസിറ്റ് സാറേ 1, 45ന്റെ ഓപ്പോസിറ്റ് 1, ഇതിൻ്റെ ഓപ്പോസിറ്റ് √2. എൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പം നോക്കിയേ, എനിക്കിപ്പം 45ന്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യനിൽ 1 അല്ല 5 ആണെന്ന് വിചാരിച്ചു. 5 അങ്ങനെയാണ് 1 × 5 ആണല്ലോ 5. ഇവിടെ എന്താണ്? ഇവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും എപ്പോഴും ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും 5. ഇവിടെ എന്താണ്? 5 × √2. സിമ്പിൾ. ഓക്കെ, 5 × √2. ആ ലോജിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് നോക്കിയാൽ ഇവൻ 10 ആണെങ്കിൽ 1 × 10 ആണ് 10, 1 × 10 ആണ് 10, ഇവിടെ 10 × √2. ഇത്രയുള്ള സംഭവം. ഓക്കെ, ആ സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ അതേ സമയം നോക്കിയാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തരാണ് 7 √2 ആണ് 90ന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ എന്താണ് സംഭവിക്കുക? സി, ഇവിടെ 1 √2. അപ്പം ഇവിടെ എന്താണ്? 1 √2. ഇവിടെ ഇപ്പോൾ 7 √2 ആണെങ്കിൽ ഇവിടെ എന്താണ്? 7. അപ്പോൾ 7 √2. ആ ലോജിക്ക് മനസ്സിലാക്കുക. എപ്പോഴും അങ്ങനെ വരുള്ളൂ. ആ കാര്യം മനസ്സിലാക്കുക. ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. 45ന്റെ ഓപ്പോസിറ്റ് 90ന്റെ ഓപ്പോസിറ്റ്. ഈ സംഭവം കിട്ടി. അതേപോലെ വേറെ ട്രയാങ്കിൾ ആണ്. ഈ കുഞ്ഞ് ആംഗിളാണ് 30 ഡിഗ്രി, ഇവിടെ വലുതാണ് 60, മറ്റേത് 90. ഓക്കെ, ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ 30ന്റെ ഓപ്പോസിറ്റ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 30ന്റെ ഓപ്പോസിറ്റ് എന്താണ് മക്കളെ? 30ന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ 90ന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ആട്ടോ. 90ന്റെ ഓപ്പോസിറ്റ് ഡബിൾ, ഏറ്റവും വലിയ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും വലിയ സൈഡ്. 60ന്റെ ഓപ്പോസിറ്റ് എന്താണ്? √3. അപ്പം ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ √3 ആണ്, ഇവിടെ 2 ആണ്. അപ്പം 1 2 3 എന്നൊന്നും എഴുതരുത്, 1 √3 2 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ മക്കളെ. നോക്കിയേ, ലോജിക്ക് ഇത്രേ ഉള്ളൂ. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 √3 ആണ്, 5 × √3, ഇവിടെ 5 × 2 10 ആണ്. ഓക്കെ, ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സെയിം നമ്പർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ മൊത്തം കിട്ടിക്കോളും. ഇതാണ് എപ്പോഴും ചോദിക്കാൻ പോകുന്ന ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് മൊത്തം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ 45 ട്രയാങ്കിൾസ് ആണ്. നമ്മൾ എല്ലാ സൈഡും കണ്ടുപിടിക്കണം. പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ 45, ഇവിടെ 90. ക്വസ്റ്റ്യനിൽ ഒരിക്കലും മൂന്നാമത്തെ ആംഗിൾ പറയില്ല. നിങ്ങൾക്ക് മനസ്സിലാണോ? 45 90 ആണ്, അവിടെ 45 ആയിക്കോളും. ഓക്കെ, അപ്പോൾ നോക്കിയേ, 45ന്റെ ഓപ്പോസിറ്റ് 3. അപ്പോൾ ഇവിടെ 45ന്റെ ഓപ്പോസിറ്റ് എന്താ? 3. ഇവിടെ എന്താണ്? 3 √2. ഓക്കെ, കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താണ്? ഇവിടെ 45 വന്ന് നമുക്കറിയാം. 45ന്റെ ഓപ്പോസിറ്റ് 4, ഇവിടെയും 4, ഇവിടെ എന്താണ്? 4 × √2. കഴിഞ്ഞു. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ചു വെച്ചു. 90ന്റെ ഓപ്പോസിറ്റ് 7 √2. സി, ഇവിടെ 4 √2, 7 √2. ഓക്കെ, കിട്ടിയല്ലോ. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ /√2 അല്ലേ? ഓക്കെ, അപ്പോൾ 1 ആണെങ്കിൽ ഇവിടെ എന്താണ്? 1/√2 ഇവിടെ വരും. അതേ സെയിം സാധനം ഇവിടെ 45ന്റെ ഓപ്പോസിറ്റ് അതാണെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് സെയിം 1/√2. ഓക്കെ, ഈ ലോജിക്ക് ഒന്ന് മറക്കണമല്ലോ, ഓർക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതേപോലെ 30 60 90 ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്. 30ന്റെ ഓപ്പോസിറ്റ് ഓക്കെ, റേഷ്യോ ഓർക്കുക. 30 60 90 എന്ന് പറയുമ്പോൾ 1 √3 2 കേട്ടോ. അപ്പോൾ 30ന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ബേസിക്കലി 1 അല്ല 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ എന്താണ്? 3 × 1 3, 3 × 3 √2 3 √2. ഓക്കെ, ആൻഡ് 3 × 2 6. അപ്പം ഇവിടെ 60 ആണെങ്കിൽ 60ന്റെ ഓപ്പോസിറ്റ് 3 √3, 3 × 2 എത്ര? 6. ഓക്കെ, അതേപോലെ 30ന്റെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 60ന്റെ ഓപ്പോസിറ്റ് എന്താണ്? 4 √3, 90ന്റെ ഓപ്പോസിറ്റ് 4 × 2 8. ഓക്കെ, ഡബിൾ അവർ 30ന്റെ 90ന്റെ ഓപ്പോസിറ്റ് ഡബിൾ. 16ന്റെ ഓപ്പോസിറ്റ് 5 √3. ഇനി നോക്കി, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. 30 60 90 വേഗം പറഞ്ഞുതരാം. 30ന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ നോക്കിയാൽ 1 √3 2 ആണ് വരേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണേ മൾട്ടിപ്ലൈ ബൈ √3. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണേ × 2. ഓക്കെ, പക്ഷേ എനിക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നത് 16ന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ്, അത് 5. 5നെ എങ്ങനെ ഇങ്ങോട്ടേക്ക് കണ്ടുപിടിക്കുക? 5നെ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ √3 മൾട്ടിപ്പിൾ ആണ്, ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ /√3. ഓക്കെ, ഡിവൈഡ് ബൈ, അപ്പോൾ എന്താണ്? 5/√3. അത് അങ്ങനെ തന്നെ തൽക്കാലം വെക്കുക. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് 5/√3. ഓക്കെ, ഇനി 90ന്റെ ഓപ്പോസിറ്റ് എന്താ? 30ന്റെ × 2. അപ്പോൾ എന്താണ്? 10/√3. ഇത്രയുള്ള സംഭവം. ഓക്കെ, ആ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കുക. ഇനി നോക്കിയാൽ 90ന്റെ ഓപ്പോസിറ്റ് 8. ഓക്കെ, 90ന്റെ ഓപ്പോസിറ്റ് 8 എന്നാൽ 30ന്റെ ഓപ്പോസിറ്റിൻ്റെ പകുതി 4 × √3 ആണ്, 4 √3. സംഭവം കിട്ടിയല്ലോ. അപ്പോൾ 4 മിനിറ്റ് 5 മിനിറ്റ് ആവാൻ ഇത് ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? വളരെ സിമ്പിൾ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇത് മനസ്സിലാക്കിയ ചാപ്റ്റർ കഴിഞ്ഞു. AB എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 10. AB 10 ആണ്. ഇവിടെ 45, ഇവിടെ 90, ഇവിടെ 45. അപ്പോൾ എന്താണ്? BC എന്താണ്? 10 ആണ്. ഇവിടെ 10 √2.
സെൻറ്റിമീറ്റർ എന്നുള്ള കാര്യം മറക്കരുത് ക്വസ്റ്റ്യൻ തന്നാൽ. എല്ലാം ആൻസർ ചെയ്തല്ലോ. അങ്ങനെയാണ് നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ മക്കളെ ഈ ആൻസർ ഒന്ന് ഹോംവർക്കിൽ ആൻസർ ചെയ്ത് കമൻറ്റിൽ ആൻസർ ചെയ്യാം. നിങ്ങൾ 5 മിനിറ്റ് ചാപ്റ്റർ പഠിച്ചു എന്നുള്ള പ്രൂഫാണ്. 2 മാർക്കിന് ക്രിസ്മസ് എക്സാം ചോദിച്ചതാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഫൈൻ ദ ലെങ്ത് ഓഫ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. എന്താണ് ഫൈൻ ദ ലെങ്ത് ഓഫ് BC ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതോടെ നമ്മൾ 5 മിനിറ്റ് ട്രിഗ്നോമെട്രി ചാപ്റ്റർ പഠിച്ച് ഓണം എക്സാം ഇത്രേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫുൾ ഫോർമുലേൻ്റെ വീഡിയോ ലൈവ് ഒക്കെ നടക്കുന്നുണ്ട്. 7 മണിക്ക് വരാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ, സി യു.